ഒരു രണ്ടാളും അങ്ങനെ ഭയങ്കര സ്നേഹം, ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാം. നബി ആയിഷ ബീവി പറഞ്ഞിട്ട് ഒരു എല്ലിൻ്റെ കഷ്ണം എടുത്തിട്ട് ആയിഷ ബീവി കടിക്കും, പിന്നെ നബി എടുത്ത് കടിക്കും, പിന്നെ ആയിഷ ബീവി നബി നോക്കും. ഭക്ഷണം കഴിക്കൽ മാത്രമല്ല കേട്ടോ, കുടിക്കൽ ഒരേ പാത്രത്തിൽ, ഒരേ ബക്കറ്റിൽ നിന്ന് രണ്ടാളും കൂടി കുടിക്കും. ആയിഷ ബീവി പറഞ്ഞുതരാണ്, ഞങ്ങൾ ജനാബത്ത് കുളിക്കൽ ഒരേ പാത്രത്തിൽ, ഒരേ ബക്കറ്റിൽ നിന്ന് വെള്ളമെടുത്ത് ഇങ്ങനെ കുടിക്കും. ആയിഷ ബീവിന് ഭയങ്കര ഇഷ്ടം ഖദീജ ബീവിനെ ഒരു ഭാഗത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു, മറ്റു പത്നിമാരെ ഇഷ്ടമായിരുന്നു, ആയിഷ ബീവിനോടുള്ള ഇഷ്ടം. ഒരിക്കലും വന്നിട്ടൊരു സഹാബി ചോദിക്കാൻ, നബി അങ്ങക്ക് ആരോടാണ് ഏറ്റവും ഇഷ്ടം? ഒരു മടിയും കൂടാതെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ആയിഷയോടാണ്. ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരോടാ? അതെനിക്ക് അബൂബക്കറിനോടാണ്. ഇഷ്ടം, സ്നേഹം തൻ്റെ ഇണകളോട് അത് പ്രകടിപ്പിക്കുന്നതിൽ ഒരു മടിയുണ്ടായിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കാം, നബിയെ താങ്കൾക്ക് എന്നോടുള്ള ഇഷ്ടം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞ എന്താ അറിയോ? മുറുക്കി പിരിച്ച ഒരു കയറ് പോലെ. പിരിച്ച കയറുകൾ ഇങ്ങനെ പിരിഞ്ഞുണ്ടായ കയറ് പോലെ അത്രക്കും ചേർന്ന് നിൽക്കുന്ന ദൃഢമായ ഗാഠമായ ബന്ധമാണ്. അതൊരു സന്തോഷം ഉണ്ടാവും ഒരു പെണ്ണിനെ അങ്ങനെ കേൾക്കുമ്പോൾ. ആയിഷ ബീവി ഒരു പെണ്ണാണല്ലോ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇനി അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തൻ്റെ പ്രിയ പത്നിക്ക് കാരക്കയുമായിട്ട് സമ്മാനമായിട്ട് ഇങ്ങനെ വരികയാണ്. വരുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു മോട്ട് കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരക്ക ഇങ്ങനെ നീട്ടി സന്തോഷത്തോടു കൂടി ഒരേറ്റ തട്ടാൻ കൊടുത്തു. പാത്രം വീണ് കാരയ്ക്ക് നോട്ടം കണ്ടാൽ അറിയാം, നമ്മളൊക്കെ ആണെങ്കിൽ അപ്പം കൊടുക്കുന്ന കരണക്കുറ്റിക്ക് അല്ലേ, സന്തോഷത്തോടു കൂടി ഒരു സമ്മാനം കൊണ്ടുവന്നപ്പോൾ ഒരൊറ്റ തട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാരക്കയും പാത്രത്തിലേക്ക് ഇങ്ങനെ പെറുക്കി എടുത്തു. ഇത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക് വല്ലാത്ത വിഷമം തോന്നി. അടിച്ചാല വിഷമം ഉണ്ടാവില്ല, ഇത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രം ഇട്ട് പോയിട്ട് തലോടി പുഞ്ചിരിച്ച് സമാധാനിപ്പിച്ച്, വിഷമിക്കണ്ട ആൾ വിഷമങ്ങളല്ല. കുറച്ച് നേരം കഴിഞ്ഞു. അപ്പോൾ ആയിഷ ബീവി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. എന്താണെന്നറിയോ? ആ കയറ് ഇപ്പം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഏത് കയറ്? നിങ്ങളിവിടെ അല്ലേ? ഏത് കയറ്? ആ സ്നേഹം നമ്മളവരുടെ ഇഷ്ടം എങ്ങനെയാന്ന് ചോദിച്ചില്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി അതെങ്ങനെ? മുറുക്കി പിരിച്ച കയറ് പോലെ അല്ലേ. ഇപ്പൊ കയർ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ആര്? ആയിഷ ബീവി. അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിപ്പോഴും നന്നായിട്ട് മുറുകി പിരിഞ്ഞെന്നാ കിടക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതിൽ രണ്ടുപേരും അത് ആസ്വദിച്ചു. ആ തമാശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ പുഞ്ചിരിച്ചു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു തരാം. അതായിരുന്നു അവർ തമ്മിലുള്ള ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ എല്ലാ ഭാവങ്ങളും ഭാവഭേദങ്ങളെയും മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് എന്തും തുറന്നു പറയാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് അധികാരം ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അമിതമായ സ്വാതന്ത്ര്യം എടുക്കുകയായിരുന്നു. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമിതമായ സ്വാതന്ത്ര്യം ആയിഷ ബീവി എടുക്കുന്നുണ്ട് എന്ന് ബാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ ആയിഷ ബീവിന്റെ അടുക്കിലേക്ക് വന്നു. അപ്പം നബിയും ആയിഷ ബീവിയും തമ്മിൽ നല്ല വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആയിഷ ബീവി നന്നായിട്ട് അമിത സ്വാതന്ത്ര്യത്തിൽ വർത്താനം ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയ്യങ്ങ് പൊങ്ങി അടിക്കാൻ വേണ്ടി ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് ആയിഷ ബീവിനെ ഇങ്ങോട്ട് സംരക്ഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയപ്പോൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെയുണ്ട് ഇപ്പോ? ഞാനല്ലേ നിന്നെ സംരക്ഷിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷ ബീവിയുടെ ഒരു ആയിഷ, നിനക്ക് ദേഷ്യമുള്ള സമയവും നിനക്ക് സന്തോഷമുള്ള സമയം എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റൂട്ടോ എന്ന് പറഞ്ഞു. അതെങ്ങനെ പ്രിയപ്പെട്ടവനെ? സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയാണ്, ആയിഷ ബീവി, ആയിഷ നിനക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ നീ പറയല് ഇബ്രാഹീമിന്റെ
അലൈഹിസ്സലാം നാഥൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ടാണ് ഒരു കാര്യം ഞാനായിട്ട് പറയുന്നത്, അല്ലേ? എന്നാൽ നിനക്ക് സന്തോഷമുള്ള സമയത്ത് നീ എന്താ പറയാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാഥൻ തന്നെയാണ് സത്യം, എന്റെ പേര് പറഞ്ഞുകൊണ്ട് സത്യത്തിട്ടല്ലേ നീ സംസാരിക്കാറുള്ളത്? ഇതിനൊന്നും നബി ആക്ഷേപിക്കല്ല. തന്റെ ഇണയുടെ സ്വഭാവത്തിന്റെ സവിശേഷതകളെ നബിയോട് ദേഷ്യപ്പെട്ടിരുന്നു, നബിയോട് അമിതമായ സ്വാതന്ത്ര്യം എടുത്തിരുന്നു, നബിയോട് പറയേണ്ടതെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. ഒന്നും പേടിച്ചിട്ട് നമ്മൾ വിചാരിക്കണം എന്നെ പേടിക്കണം അല്ല, നബിയുടെ എല്ലാ സ്വതന്ത്രമായി പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദ്യം ചെയ്യുക ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് അമിതമായി കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ മർദ്ദിക്കുകയോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കൈ പൊക്കിയിരുന്നെങ്കിൽ അത് ഹദീസിൽ കാണാൻ കഴിയുമായിരുന്നു. അത് ഖദീജ പറയും, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയും, ഹഫ്സ റളിയല്ലാഹു അൻഹ പറയും, ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയും, എല്ലാ ഭാര്യമാരും പറയും. കാരണം നബിയുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ഹദീസാണ്, വാക്കും പ്രവർത്തനമൊക്കെ. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇണക്ക് നേരെ കൈപൊക്കിയതായി പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തൊരു മാതൃകാപരമായ കുടുംബജീവിതമാണ്. ആയിഷ ബിബിയും റസൂലും, ഖദീജ ബിബിയും റസൂലും, മറ്റു പത്നിമാരും റസൂലും അവരുടെ കുടുംബജീവിതം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ കൊതി തോന്നിപ്പോകും സഹോദരന്മാരെ. ഇങ്ങനൊന്ന് ജീവിക്കാൻ പറ്റുമോ? അതാണ് നബിയുടെ പത്നിമാരുടെ നബിയോടുള്ള പെരുമാറ്റവും ഗാഠമായ സ്നേഹബന്ധവും തിരിച്ചങ്ങോട്ട് ലഭിക്കും. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പറയാൻ ഈ പെണ്ണ അനക്കൊന്നൊരു ആയിഷാ ബീവി ആയിക്കോട്ടെ തിരിച്ചിങ്ങോട്ട് ചോദ്യം വരുന്ന അങ്ങക്കൊന്ന് മുത്തലബി ആയിക്കോട്ടെ, മറുപടി ഉണ്ടാവില്ല. രണ്ടു ഭാഗവുമാണ്. അപ്പോഴാണ് കുടുംബജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുക. ഭാര്യയ്ക്ക് ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനുള്ള അവകാശങ്ങൾ കൊടുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കാൻ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 ഭാര്യമാരുണ്ട്. വളരെ മനോഹരമായി വളരെ വിദഗ്ധമായി പ്രവാചകൻ കൈകാര്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരേണ്ട ദിവസമാണ്. നബി അല്പം വൈകിപ്പോയി. ആ സമയത്ത് ആയിഷ ചോദിച്ചു, എവിടെ നബിയെ, താങ്കൾ എവിടെയായിരുന്നു നബിയെ? എന്താ വൈകിയത്? വരേണ്ട സമയത്ത് കുറച്ച് വൈകിയല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉള്ളത് പറഞ്ഞു, ഞാൻ ഉമ്മു സലമിന്റെ അടുക്കലായിരുന്നു റളിയല്ലാഹു അൻഹ. ഉമ്മു സലമിന്റെ മറ്റൊരു ഭാര്യ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, ഇന്ന് എന്റെ ഊഴമല്ലേ, എന്റെ ദിവസമല്ലേ, നിങ്ങൾ എന്തിനാ അവിടെ പോയത്? എന്നിട്ട് തിന്നില്ല, കഴിഞ്ഞില്ല. നബിയോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, അങ്ങൊരു പച്ച താഴ്വരയിലാണ് നിൽക്കുന്നത്. 2 കുന്നുകൾക്കിടയിലുള്ള താഴ്വരയിലാണ്. ഒരു കുന്നിൻ മുകളിൽ ആടുകളും പശുക്കളും കന്നുകാലികളും ഒക്കെ മേഞ്ഞ കുന്നിൻ മുകൾ ഭാഗമാണ്. മറുഭാഗത്ത് മറ്റൊരു കുന്ന് അതിനധികം മേഞ്ഞിട്ടില്ല, പച്ച പുല്ലുകളുണ്ട്, പച്ചപ്പുകളും നല്ല പുല്ലൊക്കെ. ഇതിൽ ഏതിലേക്കാണ് താങ്കൾ കന്നുകാലികളെ മേയാൻ വിടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കന്നുകാലികൾ മേയാത്ത നല്ല പച്ച പുല്ലുകളുള്ള ആ കുന്നിപ്പുറത്തേക്കാണ് ഞാൻ കന്നുകാലികളെ മേയാൻ വിടുന്നത്. നബിയെ, ഞാൻ അങ്ങയുടെ മറ്റു ഭാര്യമാരെ പോലെയല്ല, മറ്റുള്ളവർക്കൊക്കെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. നബിയുടെ ഭാര്യയായിട്ട് കന്യകയായിട്ട് ആയിഷ ബീവി മാത്രമേ ഉള്ളൂ. മറ്റു ഭാര്യമാർക്കൊക്കെ നേരത്തെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവർ മരണപ്പെട്ടു പോയതിനു ശേഷമോ അതല്ലെങ്കിൽ അവര് വിവാഹമോചനം നടത്തിയതിനു ശേഷമോ ആണ് താങ്കൾ അവരെ വിവാഹം കഴിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെയല്ല നബിയെ, ഞാൻ അങ്ങയുടെ കന്യകയായ ഭാര്യയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. അതിനുള്ള ധൈര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്നു പറയാൻ, എന്തും ചോദിച്ചു വാങ്ങിക്കാൻ. പ്രിയമുള്ളവരെ, ദീർഘിപ്പിക്കുന്നില്ല. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറഞ്ഞാൽ വിശദമായി പഠിക്കേണ്ട മഹാവ്യക്തിത്വമാണ്. 18 വയസ്സ് വരെ പ്രവാചകന്റെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. 10 വയസ്സ് വരെ അപാരമായ ബുദ്ധിശക്തിയാണ്, 40ന്റെ പക്വതയാണ് അവർ പ്രദർശിപ്പിച്ചത്. ചരിത്രത്തിൽ പറയുന്നു, അവർ നല്ല ഒരു ഗൈനക്കോളജിസ്റ്റായി, വൈദ്യശാസ്ത്രത്തിൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയിരുന്നു, വൃത്തിയും ആരോഗ്യവുമായിരുന്നു അവരുടെ സ്പെഷ്യലൈസ് ചെയ്ത വിഷയം. നല്ല കവിയായിരുന്നു, അപാരമായ ഓർമ്മശക്തിയായിരുന്നു, ബുദ്ധിമതിയായിരുന്നു,
ദീർഘവീക്ഷണമുണ്ടായിരുന്നു. 2000 ചില്ലാനം ഹദീസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സഹാബാക്കൾ അവരിൽ നിന്ന് മദവിധി ഫത്വ നേടുമായിരുന്നു. വലിയ പണ്ഡിതയാണ് അവർ. അവരെ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും. പ്രിയമുള്ളവർ, അതുകൊണ്ട് ആ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് മാതൃകയുണ്ട്. അത് പിൻപറ്റുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ ആണും പെണ്ണും പഠിച്ചാൽ അൽഹംദുലില്ലാഹ് നല്ലൊരു സുന്ദരമായ സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കും. മാതൃകാപരമായ കുടുംബജീവിതം, നല്ല കുടുംബത്തിലൂടെ നല്ല സമൂഹം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് പഠിക്കാൻ തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് തുടർച്ചയായിട്ട് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജിന് വേണ്ടി അപേക്ഷിക്കുവാനുള്ള ഡേറ്റ് ഈ 23-ാം തീയതിയാണ്. അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ 23-ാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പടച്ച തമ്പുരാൻ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള സിയാറത്ത് ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പാദസ്പർശനമേറ്റ ആ പുണ്യഭൂമികളിലൂടെ നടക്കാനും അവിടെ ഹജ്ജും ഉംറയും നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്ത് പൂർണ്ണമായും അവിടുത്തെ വ്യക്തിജീവിതവും കുടുംബജീവിതവും എല്ലാം പഠിച്ചു മനസ്സിലാക്കി അത് മാതൃകയാക്കി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.